ഇന്ന് നമ്മുടെ വേദിയിലേക്ക് ഗസ്റ്റ് ആയിട്ട് എത്തുന്നത് ശബ്ദാവതരണ ലോകത്തിലെ ആനക്കമ്പക്കാരൻ എന്ന് അറിയപ്പെടുന്ന ഒരു ആനപ്രേമിയാണ്. അതായത് ഗജവിവരണമാണ് പുള്ളിയുടെ മെയിൻ ജോലി. ഏത് ആനയെ കണ്ടാലും അതിനെ കുറിച്ച് അദ്ദേഹം വിവരിച്ച് നല്ല ഗംഭീരമായിട്ട് പറയുന്നൊരു വ്യക്തിയാണ്. യൂട്യൂബിലൊക്കെ നിറ സാന്നിധ്യമായി മാറിയ അദ്ദേഹത്തിന് എന്തായാലും നിറഞ്ഞ കൈയോടുകൂടി കോമഡി നൈറ്റ്സിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗുരുവായൂരുണ്ണിക്കണ്ണനെ നടയിലിരുത്താനായി ഒരു കുട്ടിക്കൊമ്പനെ വാങ്ങണം. നമസ്തേ ശൈലേഷ്. എന്ന് മുതലാണ് ഈ ഗജവിവരണം ആരംഭിച്ചത്? ശരിക്കും പറഞ്ഞാൽ 2018 തിരുനക്കര പൂരമാണ് ഒരു ജനശ്രദ്ധ പിടിച്ചു പറ്റിയത്. ഭയങ്കര ആനപ്രേമിയാണ്. ആനയോട് സ്നേഹമുണ്ട്, പ്രേമമുണ്ട്. പ്രധാന ജോലി ഗജവിവരണം തന്നെയാണോ? അല്ല, ഞാൻ ഹോളിഡേയിൽ വർക്ക് ചെയ്യുന്നത്, ബോയിലർ ഓപ്പറേറ്റർ ആയിട്ട്. ഇവിടെ വൈറ്റിലയിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു വിവരണം നടത്തണം. ഓക്കെ. പാമ്പാടി രാജൻ. പാമ്പാടി രാജൻ സ്വർണവർണ്ണ സൂര്യന്റെ പൊൻപ്രഭ ശോഭ പോൽ, കല്ലിൽ കൊത്തിവച്ച വെണ്ണക്കൽ ശില്പം പോൽ, ആന കേരളത്തിന് അനിതര സാധാരണയുടെ ആനരൂപം പകർന്നവനിതാ. ഇവൻ കോടനാടിന്റെ വിരിമാറിൽ പിറന്ന വീരപുത്രൻ, നവലോക സുന്ദര ഛത്രാധിപതി, സാക്ഷാൽ പാമ്പാടി രാജൻ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം സുരാജിനെ കുറിച്ച് എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ സുരാജേട്ടനെ കുറിച്ച് ഇതുപോലെ ഒരു വിവരണം നടത്താൻ പറ്റുമോ? ഞാൻ പാമ്പാടി രാജനൊന്നും അല്ല. അല്ല, ഞാൻ ചോദിക്കായിരുന്നു, പറ്റുമോ? ശരി, ഓക്കെ. പൊട്ടിച്ചിരിയുടെ മാലപ്പടക്കവുമായി വന്ന് മലയാള മനസ്സിൽ കൂടുകൂട്ടിയ അഭിനേതാവ്, ചിരിയുടെ വാതായനം തുറന്നു വന്ന ചിന്തയുടെ ലോകത്തേക്ക് കൊണ്ടെത്തിച്ച ഒരുപിടി നല്ല സിനിമകളുടെ മുതൽക്കൂട്ട്, പൊട്ടിച്ചിരിപ്പിച്ച മനസ്സുകളെ കേവലം 10 നിമിഷങ്ങൾ കൊണ്ട് പൊട്ടി കരയിപ്പിക്കാനും തനിക്കാകുമെന്ന് കാണിച്ചു തന്ന കലാകാരൻ, പുഞ്ചിരിക്കുന്ന മുഖവും പൊട്ടിച്ചിരിപ്പിക്കുന്ന നർമ്മവുമായി മലയാള മനസ്സുകൾ കീഴടക്കിയ നമ്മുടെ സ്വന്തം സുരാജേട്ടൻ. ഓ, താങ്ക് യു. അപ്പോൾ ഇത്രയും മനോഹരമായിട്ട് ഓൺലൈനിൽ സ്റ്റാറാണ്. ഈ സ്റ്റാറിനെയൊക്കെ നേരിട്ട് കാണാൻ പറ്റിയ ഒരു അവസരവും കൂടി നമുക്ക് ഒരുപാട് സന്തോഷമായി. നിങ്ങളെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്തായാലും നേരിട്ട് കാണാൻ പറ്റിയ ഒരു സുവർണ അവസരമാണ്. ഒരുപാട് സന്തോഷം. താങ്ക് യു. ഏറെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മൾ ആരാധനയോടെ കാത്ത് കണ്ടിരിക്കുന്ന സുരാജേട്ടനെ പോലുള്ള ആളുകളുടെ മുന്നിൽ ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പോകുന്നതിന് മുമ്പ് നമ്മുടെ വക ഒരു ചെറിയ ഉപഹാരം ഉണ്ട്.